ഹായ് ഫ്രണ്ട്സ്, PSC ഈ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തേത്, 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, കേരള സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ 2022. അടുത്ത ചോദ്യം, ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, പുതിയ രക്തക്കുഴലുകളുടെ വികസനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? പ്രസ്താവനകൾ നോക്കാം. നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, NCD, CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. നാലാമത്തേത്, ഫിറ്റ്നസ്സിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് ലക്ഷ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 1, 3, 4 എന്നിവ ശരിയാണ്. ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? ഓപ്ഷൻ ഡി, അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. അടുത്ത ചോദ്യം, ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പ്രസ്താവന 1, MGNREGA 2005 ആരംഭിച്ചു. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമായിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. ആൻസർ ഓപ്ഷൻ സി, മുകളിലുള്ളവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഉത്തരം ഓപ്ഷൻ എ, മാൻഡമസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നിയമങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, ചെല്ലയ്യ കമ്മിറ്റി. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം? ആൻസർ ഓപ്ഷൻ സി, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത് ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 325, ആർട്ടിക്കിൾ 76, ആർട്ടിക്കിൾ 368. ഇതിലെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം, ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി, ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. ഇത് തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന പ്രസ്താവനകൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3 ശരിയാണ്. അതായത് 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശമാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന എന്നറിയപ്പെടുന്നു. എന്നാൽ 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ലോകസഭയിലെ സീറ്റിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഇതിലെ ഓപ്ഷൻ സി
ഓൺലി 1, 2 and 3 ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഭരണഘടന 106 ഭേദഗതി നിയമം 2023 പ്രകാരം. കൂടുതൽ ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.